ഡോക്ടർ മോഹൻ വർഗീസ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് നിലപാട് വ്യക്തമാക്കാൻ കഴിയാതെ വരുന്നത്? ശരി, പോകുന്നുവെങ്കിൽ പോകുന്നു എന്ന് പറ, പോകുന്നില്ലെങ്കിൽ പോകുന്നില്ല എന്ന് പറ. ഡോക്ടർ മോഹൻ വർഗീസ് അവിടെ 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 എന്താണ് പള്ളിക്ക് സ്ഥലമെടുത്തിട്ടുണ്ട്, പള്ളിയുടെ പണി എന്തോ തുടങ്ങാൻ പോകുന്നു. കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യ മുന്നണി നേതാക്കളൊക്കെ ആദ്യം പോയി ആ പള്ളിയുടെ സ്ഥലം സന്ദർശിക്കുക, അതിനുശേഷം അയോധ്യ ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങി വരിക എന്നുള്ള വളരെ വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ പോകുന്നില്ല എന്ന് പ്രഖ്യാപിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പറ, എന്താണ് വിശ്വാസികൾ പാർട്ടി എന്നുള്ളത് ഞങ്ങൾ പോകുന്നില്ല, വിശ്വാസികൾക്ക് പോകാൻ അതിനൊരു വിലക്കുമില്ല. ഇപ്പോൾ പി ജയരാജൻ്റെ CPM-ൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാജ്യത്തൊരൊറ്റ അണികളും രാമക്ഷേത്രത്തിലേക്ക് ഇനി പോവില്ല എന്നൊരു ഉറപ്പാർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. വിശ്വാസികളായ ആളുകൾ പോകട്ടെ, രാഷ്ട്രീയമായി ഞങ്ങളില്ല എന്നൊരു നിലപാട് പ്രഖ്യാപിക്കാതെ BJPക്കുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് മുരളീധരന് വർഗീയത പറയാനൊക്കെയുള്ള അവസരം ഒരുക്കിക്കൊള്ളുന്ന കോൺഗ്രസിൻ്റെ അമാന്തം എന്തിനാണ് മോഹൻ വർഗീസ്? ഹാഷ്മി, അത്ര എളുപ്പം ഒരു നിലപാട് പ്രഖ്യാപിക്കാവുന്ന നിലയിലല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിലപാടിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ഇന്ന് കൈവന്നതായി തോന്നുകയാണ്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ഔപചാരികമായ ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കളെ ക്ഷണിച്ചു, 3 സമുന്നതരായ നേതാക്കളെ ക്ഷണിച്ചു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ക്ഷണിച്ചു, മല്ലികാർജ്ജുൻ ഖാർഗെയെ ക്ഷണിച്ചു, അതുപോലെ സോണിയാഗാന്ധിയെ ക്ഷണിച്ചു, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ക്ഷണിക്കുന്നു, അധീർ രഞ്ജൻ ചൗധരിയെ ക്ഷണിക്കുന്നു. അവർക്കുള്ള ക്ഷണം വ്യക്തിപരമായ ക്ഷണം എന്ന നിലയിലാണ് കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഔപചാരികമായി ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന ഒരു ധാരണയിലാണ് ഇപ്പോൾ പോകുന്നത്. അതനുസരിച്ചുള്ള ചില പദപ്രയോഗങ്ങളാണ് കോൺഗ്രസിൻ്റെ വക്താക്കളിൽ നിന്നും വരുന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി പോകുന്നില്ല എന്ന് പറയുമ്പോഴും വ്യക്തികൾ, ഏതെങ്കിലും ഒരു വ്യക്തി കോൺഗ്രസ് പാർട്ടിയുടെ ഔപചാരിക കെയർ ഓഫിലല്ല, അല്ലാതെ ഒരു വ്യക്തി കോൺഗ്രസ്സുകാരനായ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി പോകുന്നതിനെ വിലക്കുന്നതുമില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഔപചാരികമായ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നില്ല എന്ന വ്യക്തമായ തീരുമാനമുണ്ടായിരിക്കുന്നു. അതിന് വ്യക്തതയുണ്ട് എന്ന് ചോദിച്ചാൽ അത്ര കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്, ഔപചാരികമായില്ല. എന്നാൽ അനൗപചാരികമായി ഇത് വ്യക്തിപരമായ അവകാശമാണ്. നോക്കൂ, ആർട്ടിക്കിൾ 28 അനുസരിച്ചുള്ള മൗലിക അവകാശങ്ങളിൽ പെടുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജ്യനിൽ പെടുന്നതാണിത്. ഒരു വ്യക്തിക്കാണ്, ഒരു സംഘടനയ്ക്കല്ല, പാർട്ടിക്കല്ല, സമൂഹത്തിനല്ല, സമുദായത്തിനല്ല, മതത്തിനല്ല, മറിച്ച് വ്യക്തികൾക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശമാണ് മൗലിക അവകാശങ്ങൾ. ആ അവകാശം വ്യക്തിപരമായി വിനിയോഗിക്കേണ്ടതാണ്. ക്ഷേത്രത്തിൽ പോകാനും ആരാധനയിൽ പങ്കെടുക്കാനും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ക്ഷണം ലഭിച്ചാൽ പോകാനും വേണമെങ്കിൽ പോകാതിരിക്കാനും എല്ലാം നമ്മുടെ ഭരണഘടന അനുവാദം നൽകുന്നു. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു പൗരനെയും ഒരു രാമഭക്ത എന്ന നിലയ്ക്ക് മാത്രം പോകുന്നതാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്ട്രക്ചറുമായി സോണിയാഗാന്ധിയുടെ സന്ദർശനത്തിന് ഒരു ബന്ധവുമില്ല ഡോക്ടർ മോഹൻ വർഗീസ്. അങ്ങനെയൊന്നും പറഞ്ഞോളല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞ് നിഷ്കളങ്കമാവല്ലേ? കോൺഗ്രസിൻ്റെ ഏത് കപ്പാസിറ്റിയിലാണ്? ഒരു വ്യക്തിക്ക് 2 കപ്പാസിറ്റി ആകാം. ഒരേ സമയം ഒരു വ്യക്തി പല രീതിയിലാണ് കാണുന്നത്. ഒരേ സമയം ഒരാൾ ഒരു പിതാവാണ്, മകനാണ്, ഭർത്താവാണ്, അത് മാത്രമല്ല അധ്യാപകനാണ്, ഒക്കെയാണ്. അപ്പോൾ ആ മൾട്ടിപ്പിൾ റോൾസ് എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധി എന്ന വ്യക്തിയെ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയെ ഒരു പ്യൂർലി കോൺഗ്രസ് ലീഡർ എന്ന നിലയിലല്ല. ആ വ്യക്തികൾക്ക് തീർച്ചയായും രാഷ്ട്രീയമായ അഭിപ്രായങ്ങളുണ്ട്, അതുപോലെ തന്നെ മതപരമായ കൺവിക്ഷൻസുമുണ്ട്. ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കുന്നതിന് എതിരാണ് എന്നതാണ് പൊതുവേ ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന കാര്യം. അതിൽ വ്യക്തത പോരാ എന്ന കാര്യം ഞാനും സമ്മതിക്കുന്നു. സോണിയാഗാന്ധി കോൺഗ്രസിന്റെ പ്രാതിനിധ്യമില്ലാതെ സോണിയാഗാന്ധി രാമനെ കാണാൻ അവിടെ പൂജ നടത്താൻ വേണ്ടി മാത്രം പോകുന്ന വിശ്വാസിയെ പോകുന്നതാണെന്ന് പറഞ്ഞാൽ അത് അപഹാസ്യ നിലപാടായി പോകും. ശ്രീ മോഹൻ വർഗീസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന BJPയുടെ ട്രാപ്പിൽ വീഴാതെ അത് ഒരു വെള്ളിത്തളിയിൽ RSSന് മാത്രം വെച്ച് കൊടുക്കാതെ അതിന്റെ പ്രയോജനം ഞങ്ങൾ കൂടി എടുക്കാം എന്നുള്ള നിലപാടിൽ പോകുന്നതാണെങ്കിൽ ഈ നിലപാട് കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, തീർച്ചയായും വടക്കേ ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമിയിലെ രാഷ്ട്രീയം മാറ്റി നിർത്തി നമുക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനാവില്ല. നമുക്കറിയാം, കേരളത്തിലും തമിഴ്നാട്ടിലും തമിഴകത്ത് അതുപോലെ ബംഗാളിൽ അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യമല്ല വടക്കേ ഇന്ത്യയിലെ. നേരത്തെ ഈ പറഞ്ഞ പോലെ റാം എന്ന പേരിൽ അഭിസംബോധന നടത്തുന്ന വടക്കേ ഇന്ത്യയിലെ പൊതുസാമാന്യം അവരൊരിക്കലും അതിനെ ഹൈന്ദവ ദേശീയതയെന്നോ ഹിന്ദുത്വ എന്നോ സാംസ്കാരിക ദേശീയതയെന്നോ ഒന്നുമല്ല പറയുക. അവർക്ക് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിൽ പങ്കാളിത്തവുമില്ല. ശരാശരി പൗരൻ്റെ, വടക്കേ ഇന്ത്യയിലെ ഒരു ഹൈന്ദവൻ്റെ ജീവിതത്തിൻ്റെ വളരെ ഇഴപിരിഞ്ഞ് കിടക്കുന്നൊരു കാര്യമാണ് ശ്രീരാമൻ എന്നത്. അപ്പം
രാമൻ്റെ പേരിലൊരു ക്ഷേത്രം അത് ആര് പണിതു, എന്തു പണിതു, അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതൊന്നും തന്നെ ഈ നൂലാമാലകൾ ഒന്നും തന്നെ സാധാരണ ജനത്തിന് ബാധകമല്ല. അത് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വികാരങ്ങൾക്ക് വില കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി പോകുന്നു എന്നല്ല, അതുകൊണ്ട് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. ആദ്യമായിട്ടല്ല ഹാഷ്മി, ഒന്ന് നോക്കൂ, ആദ്യമായിട്ടല്ല കോൺഗ്രസ് മനസാക്ഷിയുടെ കാര്യം പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1969 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ഔപചാരികമായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥി നീലം സഞ്ജീവ റെഡ്ഡിക്കെതിരെ വി ഗിരിയെ ഫീൽഡ് ചെയ്യുകയും മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്തോളൂ എന്ന് കോൺഗ്രസ്സുകാരോട്, സാമാജികരോട്, എം പിമാരോട്, MLA-മാരോടും പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. അതുകൊണ്ട് മനസാക്ഷി എന്ന് പറയുന്നത്, മനസാക്ഷി വോട്ടും മനസാക്ഷി യാത്രയും ഒക്കെ കോൺഗ്രസിന് പുത്തരിയൊന്നുമല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കത്തിന് പള്ളി സംരക്ഷണം എന്ന കത്തിനെ ഗോവിന്ദ് വല്ലഭ് പന്ത് പുറങ്കാലിനടിച്ചത് കോൺഗ്രസ്സുകാരനാണ്. ഇവിടെ 89 ശിലാന്യാസം, 92 പള്ളി പൊളിച്ചപ്പോൾ ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇതിനുവേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത, അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ ഒരു കർഷകൻ വേണമെന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി എന്ന് പറയാം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ പെട്രണൈസ് ചെയ്യാം. കോൺഗ്രസ് വേണമെങ്കിൽ അതിനെ പെട്രണൈസ് ചെയ്യാം. മോഹൻ വർഗീസ് അതിലൊക്കെ പോകുമെന്ന് പറയും.